പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം. ചരക്കു സേവന നികുതി ഭേദഗതി ബിൽ അടക്കമുള്ള സുപ്രധാന ബില്ലുകൾ പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. സഭാ സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് ഇന്ന് ഉച്ചയ്ക്ക് ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. രാത്രി 7-ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ NDA യോഗവും ചേരുന്നുണ്ട്. ഗൗതം, നമുക്കറിയാം ഇത്തവണ പാർലമെന്റ് ശീതകാല സമ്മേളനത്തിനെത്തുമ്പോൾ NDAയുടെ ശിരസിൽ ഒരു പൊൻതൂവൽ കൂടിയുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു വിജയമാണ് മഹാരാഷ്ട്രയിലും മറ്റും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല വളരെ സുപ്രധാന ബില്ലുകൾ പാസാക്കാനും കൂടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം, അല്ലേ? ദേവിക, നാളെ മുതൽ ഡിസംബർ 20 വരെയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ ദേവിക സൂചിപ്പിച്ചതുപോലെ നിരവധി സുപ്രധാനമായ ബില്ലുകൾ ഈ പാർലമെന്റിന്റെ പരിഗണനയിലേക്ക് വരികയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് വഖഫ് ഭേദഗതി ബില്ല് തന്നെയാണ്. കഴിഞ്ഞ മഴക്കാല സമ്മേളനത്തിൽ ആ ബില്ല് അവതരിപ്പിച്ചുവെങ്കിലും വലിയ ബഹളം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെ തുടർന്നാണ് പിന്നീട് JPCയുടെ പരിഗണനയ്ക്ക് ഈ ബില്ല് വിട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സമ്മേളനത്തിൽ തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വഖഫ് നിയമത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ബില്ല് പാസ്സാക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ്. ലിസ്റ്റ് ചെയ്തേക്കുന്ന ബില്ലുകളുടെ പട്ടികയിൽ വഖഫ് ഭേദഗതി ബില്ല് ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ്. നാളെ ആരംഭിക്കുന്ന ഈ ശൈത്യകാല സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്നിപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉച്ചയ്ക്കൊരു സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. വൈകുന്നേരം NDA കക്ഷി നേതാക്കളുടെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വസതിയായ 7 ലോക്ക് കല്യാൺ മാർഗിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. നവംബറിൽ അവസാനത്തെ വീക്കും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ 4 ആഴ്ചകളിലുമായി നടക്കുന്ന ഈ സമ്മേളനം പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അടിയന്തര നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അദാനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, മണിപ്പൂരിൽ നടക്കുന്ന സംഘർഷം, ഈ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് സഭാ നടപടികൾ സ്തംഭിപ്പിക്കാനൊരു ശ്രമം ഒരുപക്ഷെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആ അമർഷമെല്ലാം പാർലമെന്റിൽ തീർക്കാൻ ഒരുപക്ഷെ പ്രതിപക്ഷം ശ്രമിച്ചേക്കാം. അതിനെ എങ്ങനെ പ്രതിരോധിക്കണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് വൈകുന്നേരം NDA യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടക്കുക. ദേവിക, അതോടൊപ്പം തന്നെ ഗൗതം, വഖഫുമായി ബന്ധപ്പെട്ട് സുപ്രധാന തീരുമാനങ്ങളും ഇതിലുണ്ടാകുമോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദേവിക, ഈ സമ്മേളനത്തിൽ തന്നെ വഖഫ് ബിൽ അവതരിപ്പിക്കും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. ശൈത്യകാല സമ്മേളനത്തിൽ ഈ ബില്ല് പാസ്സാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൂടാതെയാണ് ഇന്നലെ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ മഹാരാഷ്ട്രയിലെ തിളക്കമാർന്ന വിജയത്തിന് ശേഷം പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വഖഫ് നിയമത്തെ കടന്നാക്രമിക്കുകയും കോൺഗ്രസ് ആണ് വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം തെറ്റായ നിയമങ്ങൾ അല്ലെങ്കിൽ അമിതാധികാരം വഖഫിന് നൽകിയതെന്ന വിമർശനം അദ്ദേഹം നടത്തി. അതിനാൽ വഖഫ് ബില്ല് ശൈത്യകാല സമ്മേളനത്തിൽ പാസ്സാക്കുമെന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.